ഹലോ ഗായ്സ്, അങ്ങനെ എൻ്റെ സാൻഡ്വേഡിൻ്റെയും വളരെ പ്രധാനപ്പെട്ടതും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേയിലേക്കാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോകത്ത് തന്നെ പല കപ്പിൾസിനും, അതായത് ഒട്ടുമിക്ക കപ്പിൾസിനും ഇല്ലാത്ത ഒരു മഹാഭാഗ്യം ഞങ്ങൾക്കുണ്ട്. അത് കഴിഞ്ഞ വർഷത്തെ വ്ലോഗിലും നമ്മൾ പറഞ്ഞതാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു കുഞ്ഞു ബർത്ത്ഡേ ആഘോഷിക്കാൻ ഞങ്ങളുടെ കുഞ്ഞു ഫാമിലിയുമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. എവിടെയാണെന്ന് നിങ്ങൾക്കറിയാലോ, കൊല്ലത്ത് നമ്മുടെ കള്ളിഷാപ്പിൽ. അങ്ങനെ ഞാനും സാൻഡ്വേഡിനും കൊച്ചു വർത്തമാനം ഒക്കെ പറഞ്ഞ് അങ്ങനെ ബാൽക്കണിയിൽ നോക്കി ഇന്ന് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ആദ്യമായി കണ്ട് സംസാരിക്കുന്ന പോലെ ഞങ്ങൾ അങ്ങനെ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ കേക്ക്. അപ്പോൾ ഒരു കേക്ക് മതി ഞങ്ങളുടെ രണ്ടുപേർക്കും വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കുഞ്ഞു കേക്കുമായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മാത്രം ഫാമിലീസ് ഉൾപ്പെടുന്ന ഒരു കുഞ്ഞാഘോഷം, അതിലേക്ക് നമ്മുടെ കേക്ക് കട്ടിങ് അത് വളരെ പ്രധാനമാണ്. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് നമ്മുടെ ആ ഒരു കേക്ക് കട്ടിങ് നടത്തുക. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ഒരു 3ാം ക്ലാസ്സിലാണ് എൻ്റെ അമ്മയും അച്ഛനും ചേട്ടനും കൂടെ ചേർന്നിട്ടൊരു ബർത്ത്ഡേ. പക്ഷെ അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് വരുന്നത്. ഒന്നുകിൽ അച്ഛൻ ഗൾഫിലായിരിക്കും, അല്ലെങ്കിൽ അച്ഛന് വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചേട്ടനെ എത്തിപ്പെടാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു എൻ്റെ അങ്ങനെ പോയിട്ടുള്ള എല്ലാ ബർത്ത്ഡേയും. അങ്ങനെ എൻ്റെ കല്യാണത്തിന് ശേഷം വീണ്ടും റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഗായ്സ്. ഞാൻ വേണമെങ്കിൽ സൈഡിൽ ഒരു ഫോട്ടോ കൊടുത്തേക്കാം, ആ ഒരു എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള എൻ്റെ അവസാനത്തെ ബർത്ത്ഡേ ഏതായിരുന്നു എന്ന്. അങ്ങനെ എല്ലാവരും മത്സരിച്ച് എനിക്ക് കേക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. മത്സരിച്ച് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഫുഡ് കഴിക്കുന്നതൊക്കെ ഒരു ടൈം കഴിഞ്ഞു ആ ഒരു സമയമായപ്പം. അപ്പം കേക്ക് കിട്ടിയപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, എല്ലാവരും തരുന്നത് നല്ല രീതിയിൽ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല വിശപ്പടിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് നമുക്ക് തന്നുകൊണ്ടിരുന്നു. അതെല്ലാം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ ഫുഡുകളും അങ്ങനെ മേശപ്പുറത്ത് ഇങ്ങനെ നിര വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എല്ലാ ഫുഡുകളും വന്നു കഴിഞ്ഞു. നമ്മളൊരു കുപ്പി കള്ളും വാങ്ങിച്ചിരിക്കുകയാണ്. കള്ളില്ലാതെ എന്ത് കള്ളഷാപ്പല്ലേ. അങ്ങനെ അമ്മ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നു. അത് ചേട്ടൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ചോക്ലേറ്റ് കുറച്ച് തന്നു. അതെല്ലാം വാങ്ങിയതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ മേശപ്പുറത്തെ ഐറ്റംസിനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. വീഡിയോ ഒക്കെ എടുത്ത ശേഷം സാവധാനം കഴിച്ചു തുടങ്ങാമെന്ന് പറയുന്നതായിരുന്നു. അങ്ങനെ നമ്മൾ കഴിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഗായ്സ്. നല്ല സൂപ്പർ ഫുഡാണ്. ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ആംബിയൻസിൽ കഴിക്കാൻ ഭയങ്കര രസമാണ്. നല്ല കാറ്റും നല്ല ഒരു സീനറിയും എല്ലാം കൂടെ ചേർത്ത് നല്ല സൂപ്പർ വൈബാണ്. ഇവിടെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഊഞ്ഞാലാടാം. അതിനുള്ള ഊഞ്ഞാലുണ്ട്, നല്ല ബലമുള്ള ഊഞ്ഞാലാണ്. എത്ര പേർക്ക് വേണമെങ്കിൽ ഇരിക്കാം. അങ്ങനെ ചേട്ടൻ വീണ്ടും ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തോണിയുണ്ട്, അതുപോലെ കായൽ, നല്ല ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു നേച്ചർ വൈബ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഫുഡ് കഴിച്ചതിന് ശേഷം ഊഞ്ഞാലാട്ടം എന്ന് പറയുന്നത് അതൊരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എപ്പോൾ പോയാലും നമ്മളത് അവിടെ ചെന്ന് അങ്ങനെ ചെയ്യാറുണ്ട്. ആ ഒരു ഊഞ്ഞാൽ നേരെ ആടി എത്തുന്നത് ഏകദേശം അതായത് നമ്മൾ കായലിലേക്ക് വീണു പോകുമെന്ന് നമുക്ക് തോന്നും. ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്കൊരു ഇത് തോന്നൂല്ലെങ്കിലും നമ്മൾ അതിനകത്തായിരുന്നു ആടുമ്പോൾ ചിലപ്പം ഇങ്ങനെ ഇനി അതിനകത്തോട്ട് അങ്ങനെ ചാടി വീഴോ അങ്ങനെയൊക്കെ തോന്നിപ്പോവും. പക്ഷെ സൂപ്പറായിട്ട് നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ അതിനുശേഷം നമ്മൾ അതിൻ്റെ പിറകത്തുള്ള വേറൊരു വഴിയിൽ കൂടി ബാക്കിയുള്ള സ്ഥലം കൂടി കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ ചെന്നപ്പോഴേ നല്ല ഒരു സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, തോണിയൊക്കെ ഉണ്ട്. അങ്ങനെ സാൻഡ്വേർഡും ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ നടന്ന് ആ തോണിയിലേക്ക് കയറുകയാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാനാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ഒരു വൈബ് അടിച്ച് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് നമ്മുടെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഒരു വർഷം കൂടി നമ്മളുടെ ജീവിതത്തിലേക്ക് ദൈവം തന്നിരിക്കുകയാണ്. അത് നമ്മൾ വളരെ ആഘോഷപൂർവ്വം സ്വീകരിച്ചു. അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ എല്ലാം കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ പാരൻസ് ഒക്കെ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ചേട്ടനോട് ഒരുമിച്ച് ഊഞ്ഞാലാടി. അതിന് ശേഷം ബാക്കിയുള്ള ഓരോരുത്തരായിട്ട് ഊഞ്ഞാലാടാന്ന് കരുതി വന്ന് സാൻഡ്വേട്ടനും എൻ്റെ ചേട്ടനും, അതായത് അളിയനും കൂടെയാണ് ഇനി അടുത്ത ഊഞ്ഞാലാട്ടം. അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ഊഞ്ഞാലാടിയാൽ എന്തെങ്കിലും ഓരോരുത്തരായിട്ട് ആടാന്ന് കരുതി അച്ഛനും ഊഞ്ഞാലാടാൻ കയറിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഐസ്ക്രീം കൂടെ കഴിച്ചു. അപ്പോഴാണ് നമുക്ക് എല്ലാ ഫുഡ് കഴിക്കുന്നതിന് ശേഷം ഒരു ഐസ്ക്രീം അതൊരു ഫിനിഷിങ് തരുന്ന ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ നമ്മൾ സ്പീഡ് ബോട്ടൊക്കെ പോകുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തി. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ആ ഒരു സ്ഥലത്ത് അവൈലബിൾ ആണ്. അങ്ങനെ ആ ഭാഗമൊക്കെ വളരെയധികം എൻജോയ് ചെയ്ത് നമ്മുടെ ബർത്ത്ഡേ നമ്മൾ അടിച്ചു പൊളിച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ടാറ്റ ബൈ ബൈ ഗൈസ്.